ദൈവമുണ്ട് എന്നതിന് എന്താണ് തെളിവ്? അടുത്ത ചോദ്യം ചോദിക്കും. ദൈവമുണ്ട് എന്നതിന് എന്താണ് തെളിവ്? തോമസ് അക്വീനാസിന് 5 തെളിവുകളുണ്ട്. അപ്പോൾ അതിന് കൂടുതലൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഡയറക്റ്റ് പറയാവുന്ന 2 തെളിവുകൾ പറയാൻ പോവാം. ഒന്നാമത്തെ തെളിവ്, ഞാനൊരു ഡിങ്ക മതക്കാരനായിട്ട് ഡിബേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ സംഭവം. അവരോട് ഞാൻ പറഞ്ഞു, ഇതാ ദൈവമുണ്ട്, നീ ഒരു ക്രിസ്ത്യാനി അല്ലേ, ഇത് ബൈബിൾ വായിച്ച് നോക്കൂ, ബൈബിളിൽ യേശു ദൈവമാണ്, ദൈവമുണ്ട് എന്ന് വ്യക്തമായി കാണാം. ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞ കാര്യം, ഞാൻ ഡിങ്ക മതക്കാരനാണ്, എൻ്റെ ദൈവം ഡിങ്കൻ, എൻ്റെ പുസ്തകം ബാലമംഗളം, എൻ്റെ ദൈവം ഡിങ്കനാണ്, ഞാൻ തെളിയിക്കുന്ന ചോദ്യം. അപ്പം ഞാൻ ചിന്തിച്ചു, എങ്ങനെയാണ് ഇത് തെളിയിക്കുക? അപ്പോസ്തലന്മാർ എങ്ങനെയാണ് ദൈവമുണ്ടെന്ന് തെളിയിച്ചത്? പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വചനം. നമ്മൾ കാറ്റഗിസ്റ്റ് ടീച്ചർമാരൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കണം. കുട്ടികൾ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരത. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. അത് ഇപ്രകാരം പറയുന്നത്, ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്ത ശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. എന്താ പറഞ്ഞത്? എപ്പോൾ മുതൽ? ലോകത്തിൻ്റെ സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അനന്ത പ്രകൃതി, അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്ത ശക്തിയും ദൈവത്വവും എവിടെയുള്ളത്? എവിടെയുള്ളത്? സൃഷ്ടവസ്തുവിൽ. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ ഒരു മാതാവിൻ്റെ രൂപമുണ്ട്. ഈ മാതാവിൻ്റെ രൂപം എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയോ? ഈ മാതാവിൻ്റെ രൂപം ഉണ്ടായത്, ഒരു ദിവസം കുറേ ചെളിയെടുത്ത് അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ രൂപമായി. പിന്നെ ചുമരുമ്പോൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് കുറച്ച് പെയിൻ്റൊക്കെ നിന്റെ മീതകി വേണപ്പോൾ ഇതേപോലെ പെയിൻ്റ് അടിച്ച പോലെയായി. അങ്ങനെയായി രൂപം ഉണ്ടായത്. ഇന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. എന്താ കാരണം? ഞാൻ പറഞ്ഞതിലൊരു യുക്തിയില്ല. ഇത്ര മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന രൂപം, ഇത്ര മനോഹരമായി ക്രമത്തിൽ പെയിൻ്റ് അടിച്ചിരിക്കുന്ന രൂപം തനിയെ അങ്ങോട്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? കുറേ കാലം കഴിഞ്ഞപ്പോൾ ചളിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇങ്ങനെ പെയിൻ്റൊക്കെ തന്നെ വീണു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇതുപോലെ ഡിസൈനുണ്ട് അല്ലേ? ഡിസൈനുണ്ട്. അപ്പൊ ഇനി പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, ഇവിടെ ഒരു ഡിസൈൻ ഇല്ലേ? ഈ പ്രപഞ്ചത്തിൽ ഒരു ഡിസൈൻ ഇല്ലേ? നമുക്ക് ഈ അന്തരീക്ഷവായുവിൽ 21% ഓക്സിജനാണുള്ളത്. 1% കൂടിപ്പോയാലേ ഇവിടെ മുഴുവൻ തീപിടുത്തുണ്ടാവും. കത്താൻ സഹായിക്കുന്ന വാതക ഓക്സിജൻ. 1% കുറഞ്ഞാലോ ഇത് എല്ലാവരും ശ്വാസം മുട്ടി ചത്തുപോകും. അത്രയും ക്ലിയറാണ്. ഇവിടെ ഈ ഭൂമിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ അടുത്ത് നിൽക്കുന്നത്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ചന്ദ്രനിലേക്ക് ഒരേ ദൂരാണ്. ചന്ദ്രനിൽ രാത്രി -200 ഡിഗ്രി സെൽഷ്യസ്, പകലായാൽ +60 ഡിഗ്രി സെൽഷ്യസ്. എന്താ ഭൂമിയിൽ അങ്ങനെ അല്ലാത്ത? ഭൂമിക്കൊരു ക്രമമുണ്ട്, ഭൂമിയിലൊരു അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷം അതിനനുസരിച്ച് ക്രമപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതോറും തണുപ്പാകുന്നു, ഒരു സമയം കഴിഞ്ഞ് വീണ്ടും ചൂടാകുന്നു, പിന്നെ മുകളിലോട്ട് പോകുന്നതോറും തണുപ്പാകുന്നു. ഏറ്റവും മുകളിൽ -150 ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷത്തിൽ, അതിന് ഏറ്റവും താഴെ +150 ഡിഗ്രി സെൽഷ്യസ്, അതിന് താഴെ -20 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ടെമ്പറേച്ചർ എടുക്കുന്നത്. കാരണം അന്തരീക്ഷമുണ്ട്, ഡിസൈനുണ്ട്. ഇങ്ങനെ തുടങ്ങി ഇവിടെ സസ്യങ്ങൾ, മനുഷ്യരുണ്ടാക്കിയ മേശ കസേരയൊക്കെ കറക്റ്റ് ഫ്രെയിം ഇട്ട പോലെ അല്ലേ? എന്നാൽ ഡിസൈനിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കർവാണ് അല്ലേ? ഈ ദൈവം ഉണ്ടാക്കിയത് നോക്കുക. മനുഷ്യണ്ടാക്കിയ ബിൽഡിങ്സ് ഒക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനാണെങ്കിൽ ദൈവം ഉണ്ടാക്കിയ തെങ്ങ്, മാവ്, പ്ലാവ് ഒക്കെ കർവാണ്. എന്തോ ഒരു ഭംഗി
എന്തോ ഒരു സൗന്ദര്യം അത് നിൽക്കുന്നുണ്ട് ഭൂമിയിൽ അല്ലേ. നമ്മൾ പോലും കർവാണ്. അതെല്ലാം പോട്ടെ, ഈ ഒരു മനുഷ്യ ശരീരം എടുക്കുക നിസ്സാര കാര്യമാണോ? 2 കണ്ണുകൂടി ഉണ്ടല്ലേ, ഒരു കണ്ണ് ഇവിടെയും ഒരു കണ്ണ് നെഞ്ഞത്തിരുന്ന് എന്താ കുഴപ്പം? കണ്ണുണ്ടായ പോലെ. മൂക്ക് ഇങ്ങോട്ടാണല്ലേ, മൂക്ക് മുകളിലോട്ടിരുന്ന് എന്താ കുഴപ്പം? ഇവിടെ ഒരു ഡിസൈൻ ഉണ്ടല്ലേ, അതും പോട്ടെ. ഞാൻ അത്ഭുതങ്ങളെ കാണാം. മനുഷ്യരുടെ ഉള്ളിലേക്ക് പോയാൽ നാം ശ്വസിക്കുന്ന ഈ ഓക്സിജൻ നമ്മുടെ ബ്ലഡിൽ കലർന്നിട്ട് കോശങ്ങൾക്ക് കിട്ടുമത്രേ. നാം ഭക്ഷിക്കുന്ന ഭക്ഷണം നമ്മുടെ രക്തത്തിലേക്ക് കടന്നു വന്നിട്ട് പോഷകാംശമുള്ള വസ്തുക്കളായി മാറുമത്രേ. ഒരു പുരുഷനും സ്ത്രീയും കുടുംബത്തിൽ ഒന്നായി കഴിഞ്ഞാൽ അവർക്കൊരു കുഞ്ഞുണ്ടാകുമത്രേ. അതിനുള്ളിൽ നടക്കുന്നതൊക്കെ എന്തൊക്കെ അത്ഭുതങ്ങളാ! ഇതൊക്കെ തനിയെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഈ പറഞ്ഞതൊക്കെ തനിയെ അങ്ങോട്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഏതാണ് യുക്തി? ഇതിന്റെ പിന്നിലൊരു ക്രിയേറ്റർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണോ, അത് ഇതൊക്കെ തനിയെ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നതാണോ യുക്തി? അതാണ് റോമർ 1:20 പറയുന്നത്. ദൈവത്തിൻ്റെ ആനന്ദ പ്രകൃതി, അതായത് അവിടുത്തെ ആനന്ദ ജ്ഞാനവും ആനന്ദ ശക്തിയും സൃഷ്ട വസ്തുക്കളിൽ പതിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒഴികഴിവില്ല. അപ്പൊ നമ്മൾ വിശ്വാസത്തെ പറ്റി പറയും എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൃഷ്ടിയെ കണ്ടുകൊണ്ട് ഇത് സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ടല്ലോ, എനിക്ക് ആ സൃഷ്ടാവിനെ ഒന്ന് അറിയണം എന്ന് ആരംഭിക്കുന്നതാണ് വിശ്വാസത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അങ്ങനെ വിശ്വസിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മുമ്പിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടുത്തലിന് ഞാൻ കൊടുക്കുന്ന മറുപടിയെ പറയുന്ന പേരാണ് വിശ്വാസം. എവിടുന്ന് സ്റ്റാർട്ടിങ്? ദൈവം ഒരു സൃഷ്ട വസ്തു സൃഷ്ടി ഉണ്ടാക്കിയിരിക്കുന്നു. ആ സൃഷ്ടിയെ കണ്ടുകൊണ്ട് ഞാൻ പറയണം, ഇതിന് പിന്നിലൊരു ക്രിയേറ്റർ ഉണ്ട്, ആ ക്രിയേറ്ററിനെ എനിക്ക് അറിയണമല്ലോ എന്ന് ഞാനൊരു സ്റ്റെപ്പ് വെച്ചാൽ ദൈവം എൻ്റെ അടുത്തേക്ക് ഞാനാണ് ആ ക്രിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് വയ്ക്കും. അതിനോട് ഞാൻ പ്രത്യുത്തരം നൽകുന്നതാണ് വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനി ഏതാണ് യുക്തി? വിശ്വസിക്കാതിരിക്കുന്നത്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നതാണോ വിശ്വസിക്കാതിരിക്കുന്നതാണ് യുക്തി? ഉറപ്പല്ലേ? നീ മറ്റു തലത്തേക്ക് വന്ന അങ്ങനെയെങ്കിൽ ദൈവം അങ്ങനെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ എന്തൊരു മണ്ടനാണ് ദൈവം. ഇവിടെ ഭൂകമ്പമുണ്ടല്ലോ, ഇവിടെ വെള്ളപ്പൊക്കമുണ്ടല്ലോ, ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടല്ലോ, ഇവിടെ ജനങ്ങൾക്കിടയിൽ രോഗങ്ങളുണ്ടല്ലോ. ഇതൊക്കെ സൃഷ്ടിച്ച ദൈവം ഒരു ദൈവമാണ്. അവിടെയാണ് ക്രിസ്ത്യാനിറ്റിക്ക് ഉത്തരമുള്ളത്. നമ്മളെന്താ പറഞ്ഞത്? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയെ വികലമാക്കിയിരിക്കുന്നു, വീണിരിക്കുന്നു ഭൂമി എന്ന് പറയുന്ന കാരണം അതാണ്. ഈ നശ്വരതയ്ക്കൊക്കെ കാരണം മനുഷ്യൻ വീണിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നൊക്കെ ഈ രൂപത്തിലേക്ക് നോക്കും. ഇവിടെയൊക്കെ ചളി പറ്റിയിട്ടുണ്ടല്ലേ, മാതാവിൻ്റെ ഉടുപ്പുമൊക്കെ ചളി പറ്റിയിട്ടുണ്ടല്ലേ. അയ്യേ, ഇത് ഉണ്ടാക്കിയ ആൾ എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ്. ഒരു രൂപം ഉണ്ടാക്കുമ്പോൾ വൃത്തികെട്ട രീതിയിൽ ഉണ്ടാക്കിയിട്ട് ചളിയൊക്കെ വെച്ച് തേച്ചിരിക്കണം. അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയ ആൾ ശരിക്കും ഉള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞ ശരിയാവുമോ? ഇതില് പ്രശ്നങ്ങൾ വന്നത് ക്രിയേറ്ററുടെ കുഴപ്പമില്ല, പിന്നെ ആരുടെ കുഴപ്പമാണ്? ഇതുപയോഗിച്ച് കൈകാര്യം ചെയ്യുന്നവരുടെ കുഴപ്പമാണ്. ഈ പ്രപഞ്ചത്തിന് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ദൈവത്തിന് കുഴപ്പമില്ല, ഇത് കൈകാര്യം ചെയ്തവരുടെ കുഴപ്പമാണ്. മനുഷ്യനാണ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത്, മനുഷ്യന്റെ കുഴപ്പമാണ്. അപ്പോഴും ഇതിൻ്റെ ഈ രൂപത്തിൻ്റെ ഒരു സമ്പൂർണത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഈ പ്രകൃതിയുടെ ഒരു പൂർണ്ണത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലേ? ഹല്ലേലൂയ. ഇതാണ് ദൈവമുണ്ടെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ്. ഇനി രണ്ടാമത്തെ തെളിവ് ഇതാണ് നിയമം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അടിസ്ഥാനപരമായി മനസാക്ഷിയിൽ ഒരു ധാർമ്മിക നിയമമുണ്ട്. ആ നിയമം ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെയാണ്. അതെങ്ങനെ സംഭവിച്ചു? തനിയെ ഉണ്ടായതാണെങ്കിൽ ഒരു ഭാഗത്തുള്ളവർ ആഫ്രിക്കക്കാർ തന്നെ ഉണ്ടായി, ഈ ഭാഗത്ത് ഏഷ്യക്കാർ വേറെ ഭാഗത്തോടുണ്ടായി. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെല്ലാവരുടെയും മനസാക്ഷിയിൽ ഒരേപോലെ ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ്. ഒരു പക്ഷേ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം, പക്ഷെ അവരോട് സത്യം
പ്രഖ്യാപിക്കുമ്പോൾ പ്രഘോഷിക്കുമ്പോൾ അത് ശരിയാട്ടോ എന്ന് പറയുന്ന രീതിയിൽ നിയമം നിർമ്മിക്കുവാനും ഭരണഘടന ഉണ്ടാക്കാനൊക്കെ എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ അവരുടെ മനസാക്ഷിക്കുള്ളിൽ ദൈവത്തിൻ്റെ സ്വരം, ഇതിലേ പോകുക, ഇതാണ് ശരി, ഇത് തെറ്റ് എന്ന് പറയുന്നൊരു സ്വരം എല്ലാവരുടെയും മനസാക്ഷിയുടെ ഉള്ളിലുണ്ട്. അതെവിടെ നിന്ന് വന്നു? ദൈവം എന്ന കൺസെപ്റ്റ് ഇല്ലാത്തതിനെ വ്യാഖ്യാനിക്കാൻ വളരെ കഷ്ടപ്പാടാണ്. അതിനെ വ്യാഖ്യാനിക്കുന്നവർക്കുണ്ട്, വളരെ കഷ്ടപ്പാടാണ്. അതിന് പറയുന്ന പേരാ ധാർമ്മികത.